ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു സിമ്പിൾ മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും സ്കിൻ പ്രെപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ആദ്യമേ അതൊക്കെ ചെയ്തിട്ടുണ്ട്, വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളും സ്കിൻ പ്രെപ്പ് ചെയ്യാൻ മറക്കരുത്. സ്കിൻ പ്രെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യണം. എനിക്ക് അത്യാവശ്യം ഡാർക്ക് സർക്കിൾസും ആക്നി മാർക്സും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിക്ക് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നല്ല രീതിക്ക് ഡാർക്ക് സർക്കിൾസ് ആക്നി മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കൺസീലർ നല്ല രീതിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ കൺസീലർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് മുഖത്ത് ഉരയ്ക്കാൻ പാടില്ല, പകരം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എന്നാലേ നന്നായിട്ട് ബ്ലെൻഡ് ആവുള്ളൂ. ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ഹാക്ക് പറഞ്ഞുതരാം. ഫൗണ്ടേഷൻ ഇതുപോലെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടും. ഞങ്ങൾക്ക് ഫൗണ്ടേഷൻ വേണമെങ്കിൽ ബ്രഷ് വെച്ചിട്ടൊക്കെ അപ്ലൈ ചെയ്യാം. ഞാൻ ഫിംഗർ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാറ്. അത് കഴിഞ്ഞ് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാറുണ്ട്. അങ്ങനെ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. ഫേസ് ഫുൾ അപ്ലൈ ചെയ്യാൻ പാടില്ല, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്രഷ് വെച്ച് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ പൗഡറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. അങ്ങനെ നമ്മൾ ചീക്സിലൊക്കെ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മേക്കപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, സെറ്റിംഗ് സ്പ്രേ ആണ്. അങ്ങനെ സെറ്റിംഗ് സ്പ്രേ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. ബൈ.